ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ബുള്ളറ്റ് ജേർണലിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പേജിനെ കുറിച്ചും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു നോർമൽ നോട്ട്ബുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഫസ്റ്റ് പേജിൻ്റെ അകത്ത് ബുള്ളറ്റ് ജേർണലിന് എഴുതിയിട്ടുണ്ട് 2020 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. 2020 എന്നുള്ളത് മസ്റ്റായിട്ട് എഴുതുക, അതായത് ഇയർ. സോ നെക്സ്റ്റ് പേജ് എടുക്കാം. അപ്പോൾ അധികം വൃത്തിക്കൊന്നും അല്ല ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമതായി നമ്മൾ ഇൻഡെക്സ് ആണ് എഴുതുന്നത്. അതിൽ ആദ്യത്തേത് സീരിയൽ നമ്പറാണ്, അതായത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ടൈറ്റിൽ പേജുകളും എഴുതിയെടുക്കും. അപ്പോൾ ആദ്യത്തേത് ബുള്ളറ്റ് ജേർണൽ കീ ആണ്, അതായത് പേജ് നമ്പർ 1. സോ ഇതാണ് നമ്മുടെ ബുള്ളറ്റ് ജേർണൽ കീകൾ എഴുതി വെക്കുന്ന പേജ് റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ബുള്ളറ്റ് ജേർണലിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കീ ആണ് ഈ സ്ക്വയർ ആയിട്ട് കാണുന്നത്. അതായത് നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട ടാസ്കുകൾ, ടു ഡു ലിസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന ഓരോ ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ എഴുതുന്നത് ഈ സ്ക്വയർ ഇട്ടിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ ടാസ്കുകൾ നമ്മൾ എഴുതിയെടുക്കുമ്പോൾ, അതായത് ഓരോ ദിവസവും ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എഴുതിയെടുക്കുന്നതിന് മുന്നേ നമ്മൾ ഓരോ സ്ക്വയർ ഇട്ടിട്ട് ചെയ്യും. ചെക്ക് ലിസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സ്ക്വയർ ഇട്ടിട്ട് ചെയ്യും. അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വര വരയ്ക്കും. അതല്ല, അത് പകുതിയായിട്ട് ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയുള്ളൂവെങ്കിൽ അങ്ങനെ ഇതുപോലെ ചെയ്യും, പകുതി വരെ വരക്കും. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയാൽ നമ്മൾ ആ സ്ക്വയർ മുഴുവൻ കളർ ചെയ്യും. ഇനി അതെല്ലാം നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ അതൊരു ഇൻറ്റു ആയിട്ട് വേണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞ് എഴുതും. ഈ മൈഗ്രേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അർജൻറ്റ് ആയിട്ടുള്ളതും. ഒരുപാട് ടാസ്കുകൾ, ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്ത് തീർക്കാനുള്ളതിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കേണ്ട കാര്യത്തിന് നമ്മൾ അർജൻറ്റ് എന്നുള്ള സൈൻ കൊടുക്കും, അതായത് എക്സ്ക്ലമേഷൻ മാർക്ക്. അതല്ല, ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതല്ലാത്ത കാര്യങ്ങൾക്ക് ജസ്റ്റ് സ്റ്റാർ കൊടുക്കും. അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് കുട്ടികളുടെ കാര്യം ഉണ്ടാവും, നമ്മുടെ കാര്യം ഉണ്ടാവും, വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ തരംതിരിച്ച് കാണുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കുട്ടികളുടെ കാര്യമാണെങ്കിൽ ഒരു ലൈറ്റ് പച്ച കളർ കൊടുക്കാം. പേഴ്സണൽ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ടാസ്കുകളുടെ ബാക്കിൽ ഒരു യെല്ലോ കളർ. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എന്ത് റിലേറ്റ് ചെയ്തിട്ടാണ് ഓരോ ടാസ്ക് ചെയ്യാം. ഇനി വരുന്നത് ഈ പേജ് ഗോൾ റിലേറ്റഡ് ആണ്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇനി ഫ്യൂച്ചർ ലോഗ് എന്ന് പറയുന്ന പേജാണ്. ഫ്യൂച്ചർ ലോഗിനകത്താണ് നമ്മൾ ഹോളിഡേയ്സ്, അതായത് റംസാൻ, ബക്രീദ്, അതുപോലെ ക്രിസ്മസ്, ഓണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അടയാളപ്പെടുത്തി വയ്ക്കുന്നത്. എന്നൊക്കെയാണ് ഹോളിഡേയ്സ്, ബാങ്ക് എന്നൊക്കെയാണ് അവധി, ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി വയ്ക്കും. പിന്നെ സ്പെഷ്യൽ ഡേയ്സും ഇതിനകത്ത് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ആരുടെയും ബർത്ത്ഡേയോ ആനിവേഴ്സറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് അടയാളപ്പെടുത്തി വയ്ക്കാം. ഇനി ഈ അവധി ദിവസങ്ങളും അതുപോലെ തന്നെ ബർത്ത്ഡേ പോലുള്ള പ്രത്യേക ദിവസങ്ങൾ മാത്രമല്ല കേട്ടോ ഞാൻ ഇതിനകത്ത് അടയാളപ്പെടുത്താറുള്ളത്. ഞാൻ നമ്മളുടെ പാലിൻ്റെയും അതേപോലെ പത്രത്തിൻ്റെ ഒക്കെ കാശ് കൊടുക്കാനൊരു ഫിക്സഡ് ഡേറ്റ് വെച്ചിട്ട് ആ ഒരു ഡേറ്റ് അടയാളപ്പെടുത്തിയിട്ട് ആദ്യത്തെ മാസത്തിൽ, അതായത് നോർമലി ജനുവരി മാസത്തിൽ എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2020, ഇപ്പോൾ 4 മാസം കൂടി ഉള്ളൂ ഇനി, സെപ്റ്റംബർ, ഒക്ടോബർ. അപ്പോൾ ഞാനിപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ അത് എഴുതിയ പോലെ ജസ്റ്റ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഓഗസ്റ്റ് മാസമാണല്ലോ. അപ്പോൾ ഈ മാസത്തിൽ, ഇപ്പോൾ അടുത്ത മാസം, അതായത് സെപ്റ്റംബർ മാസത്തിലേക്ക് കുട്ടിയുടെ നോട്ട്ബുക്കൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ദിവസം അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അപ്പോൾ ആ ഒരു ദിവസം, അതുപോലെ തന്നെ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ആ ഒരു ദിവസമൊക്കെ നമുക്ക് നേരത്തെ അറിയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഫ്യൂച്ചർ ലോഗിൽ കൊണ്ടുവന്നാണ് അടയാളപ്പെടുത്താറുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. കിഡ്സിന് ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ലൈറ്റ് ഗ്രീൻ കളർ കൊടുക്കും. പേഴ്സണൽ കാര്യങ്ങളായിട്ടുള്ളതിനൊക്കെ യെല്ലോ കളർ കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ കളർ കോഡ് കൊടുത്തിട്ടുള്ളത് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അറിയാം നമ്മളുടേത് ഓരോരുത്തരുടേതും സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാവാനായിട്ട് അത് ഹെൽപ്ഫുള്ളാണ്. ഇനി നമ്മളിതിനകത്ത് ചില ഐക്കണുകൾ കൊടുത്തതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. സോ ഇപ്പോൾ അവിടെ ഒരു പ്ലസ് സൈൻ, അതുപോലെ തന്നെ ഒരു ഓവൽ ഷേപ്പിലുള്ള സംഭവമൊക്കെ, അതെന്താണെന്നുള്ളതാണ് ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. എനിക്ക് കുറച്ച് ഐക്കൺസ് ഉണ്ട്, ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് ഡെയിലി ലോഗിൻ്റെ അകത്തും എൻ്റെ ബുള്ളറ്റ് ജേർണലിലൊക്കെ കുറേ ഐക്കൺസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് റെഫറൻസിന് വേണ്ടിയിട്ട്, ഇതാണ് എൻ്റെ ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണിത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഞാൻ ഈ കീകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നിങ്ങളിതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതല്ല, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഞാൻ ലാസ്റ്റ് പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഹോളിഡേ, സ്പെഷ്യൽ ഡേക്കൊക്കെ സ്യൂട്ടായിട്ടുള്ള ചില ഐക്കൺസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് പകരം, എഴുതിയെടുക്കുന്നതിന് പകരം ഈ ഐക്കൺസ് യൂസ് ചെയ്യാം. ഇതൊരു നിർബന്ധമൊന്നുമില്ല. കുറേ ക്രേസി സിമ്പിൾസും സയൻസും ഒക്കെ ചില ആളുകൾക്ക് ഇഷ്ടമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണലി എനിക്കിഷ്ടമാണ് ഐക്കൺ യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് നേരത്തെ കാണിച്ച ഇതാണ് കീകളാണ് ബുള്ളറ്റ് ജേർണലിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി അടുത്തത് നമ്മൾ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ പോവാണ്. അതായത് ഒരു മാസത്തിലേക്ക്, ഇനി വരാൻ പോകുന്ന മാസം, ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഉള്ള ഹോളിഡേയ്സ് ആയിട്ടുള്ള ശ്രീനാരായണ ഗുരു ജയന്തി, സമാധി, ശ്രീകൃഷ്ണ ജയന്തി, അതുപോലെ തന്നെ ഓണം, അതുപോലുള്ള കാര്യങ്ങൾ ഹോളിഡേയ്സിൽ അടയാളപ്പെടുത്തണം. സ്പെഷ്യൽ ഡേയ്സ് ആയിട്ടുള്ള ആരുടെയും ആനിവേഴ്സറിയോ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് അടയാളപ്പെടുത്തണം. കുട്ടികളുടെ അസൈൻമെൻറ്റും കുട്ടികളുടെ എന്താ പറയുക
അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അവരുടെ എന്തെങ്കിലുമൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കണം. അപ്പോൾ അതിന് ഇതുപോലെ സ്ക്വയർ വലിയ വലിയ സ്ക്വയറായിട്ട് വരച്ചിട്ട് ഓരോ ഡേറ്റും എഴുതിയിട്ട് ഹോളിഡേയും സ്പെഷ്യൽ ഡേയും നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റുള്ള ദിവസങ്ങൾ കൊടുത്തിട്ട് ഹോളിഡേ ഒക്കെ പുറത്തെഴുതാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. എല്ലാം കൂടി വാരി വലിച്ചെഴുതി നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതിന് മുന്നേ പ്ലാൻ വിത്ത് മീ വീഡിയോയിൽ ജൂലൈയിൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇതും. പക്ഷേ കുറച്ചും കൂടി വ്യത്യാസമായിട്ട് വേറൊരു രീതിയിൽ എങ്ങനെ നമുക്ക് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്. ഇനി അടുത്തത് ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഐക്കൺസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ മൺഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും സ്നാക്സും ഒക്കെ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതിനാണ് മീൽ പ്ലാനർ എന്ന് പറയുന്നത്. സോ എനിക്കൊരു മാസ്റ്റർ മീൽ പ്ലാനർ ഉണ്ട്. സോ അതിൽ നിന്നാണ് ഞാൻ എഴുതാറുള്ളത്. പിന്നെ ഇതെൻ്റെ ഐക്കൺസിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അതാണ് എൻ്റെ മീൽസിന് കൊടുക്കുന്ന സൈൻ. അപ്പോൾ അത് എടുത്തെഴുതിയിട്ട് നമ്മൾ പുട്ട്, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയറുമാണ് മൺഡേ ഉണ്ടാക്കാറ്. അപ്പോൾ ലഞ്ചിന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാം. പിന്നെ ക്ലീനിങ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ വീട്ടിൽ ക്ലീൻ ചെയ്യുന്നത് ഒരു പാർട്ട് വീതം ക്ലീൻ ചെയ്യുന്നവരുണ്ടാവും, ഒരു റൂം വീതം ക്ലീൻ ചെയ്യുന്നവരുണ്ടാവും. സോ മൺഡേ ക്ലീൻ ചെയ്യേണ്ടത് എന്താണ്, ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടത് എന്താണ്, അപ്പോൾ ആ മൺഡേ എഴുതേണ്ട അത് നമുക്ക് എഴുതിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ കുട്ടികളുടെ കാര്യം, നമ്മളുടെ പേഴ്സണൽ കാര്യം, പഠിക്കുന്നവരാണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് വീക്കിലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാനായിട്ടാണ് നമ്മൾ ഈ വീക്കിലി ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഗോൾ എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. യൂഷ്വലി നമ്മുടെ പ്ലാൻ വിത്ത് മീ വീഡിയോയിൽ വീക്കിലി ഗോൾസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാവാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഏരിയ കൊടുക്കാം. അതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂ റെസിപ്പി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം, ഇന്ന റെസിപ്പി ഇന്ന ദിവസം ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്ലാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെങ്കിൽ ഈ ഗോൾ എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ എടുത്തെഴുതാവുന്നതാണ്. അതാണ് ഇവിടെ നെക്സ്റ്റ് വീക്ക് ഗോൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഡെയിലി കാര്യങ്ങൾ എഴുതി വെക്കേണ്ട ഡെയിലി ലോഗ്. അപ്പോൾ എൻ്റെ ഡെയിലി ലോഗ് വേറെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. അതല്ലെങ്കിൽ ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഡെയിലി ലോഗാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് പോലെ എഴുതിയെടുത്തിരിക്കുന്നതാണ് ആദ്യം കാണുന്നത്. സോ അതിനകത്ത് നമ്മൾ 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ, മിഡ് ഡേ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈവനിങ് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇപ്പോൾ ഇങ്ങനെ മോർണിംഗ് അങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഐക്കൺസ് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഐക്കൺസ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ ടാസ്കുകൾ, ടു ഡു ലിസ്റ്റിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, ടാസ്ക് ചെയ്യുമ്പോൾ സ്ക്വയർ ഇട്ടിട്ടാണ് നമ്മൾ ഓരോ ടാസ്കുകളും എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈവൻറ്റും അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റും നോക്കണം. നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്ക്വയർ ഇട്ട് എഴുതിയത്. ഇനി ട്രയാങ്കിൾ ഇട്ട് എഴുതിയിരിക്കുന്നതാണ് അപ്പോയിൻമെൻറ്റ്. അതായത് ഇപ്പോൾ എനിക്ക് ഡോക്ടറെ കാണണം, അതുപോലെ തന്നെ മെഡിസിൻ കഴിക്കണം, ഇമ്മ്യൂണിറ്റി മെഡിസിൻ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതിയാണ് കഴിക്കേണ്ടത്, ഹോമിയോ മെഡിസിൻ. അപ്പോൾ അതുപോലെ തന്നെ ഈവൻ്റാണ് സർക്കിൾ. അതായത് ഇപ്പോൾ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഫ്രണ്ട്സിൻ്റെ എന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സർക്കിൾ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഡോക്ടറെ കാണാൻ പോകണം, ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകണം, അതൊക്കെ നമ്മൾ ട്രയാങ്കിൾ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടു ഡു ലിസ്റ്റിലേക്ക് തന്നെ വരാം. ടു ഡു ലിസ്റ്റിനകത്ത് നമ്മൾ ലൗണ്ട്രി, അതായത് അലക്കാനുണ്ട്, ചവിട്ടി കഴുകണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തലേ ദിവസം ഉണ്ടാക്കേണ്ടതായിരുന്നു, പക്ഷേ അത് ഇന്നത്തെ ദിവസത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇപ്പോൾ അലക്കുന്ന കാര്യം, ഇപ്പോൾ അലക്കി കഴിഞ്ഞ് വിരിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതി കളർ ചെയ്ത് വെക്കാം. കംപ്ലീറ്റ് ആയിട്ടില്ല പ്രോസസ്സ്, അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെക്കാം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അലക്കാനുള്ളത് ഇന്നിപ്പോൾ അലക്കണ്ടെന്ന് വിചാരിച്ചു, അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഡോർമാറ്റ് ചവിട്ടി അലക്കാനുള്ളത് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ഫുൾ കളർ ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, തലേ ദിവസത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതിയോണ്ടാണ് ആരോ അങ്ങനെ ഇട്ടിരിക്കുന്നത്. സപ്പോസ് നാളത്തേക്ക് അത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആരോ പുറത്തേക്ക്, അതായത് റൈറ്റ് സൈഡിലേക്ക് കാണിക്കാം. ഈവൻറ്റും അപ്പോയിൻമെൻറ്റും ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാവുന്നതാണ്. സോ പിന്നെ മുറ്റം അടിച്ച് വൃത്തിയാക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മിഡ് ഡേയിൽ കുറച്ച് ടാസ്കുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു ഉച്ച സമയത്ത് മോൻ്റെ സ്കൂളിലെ ഹോംവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഇത് റെക്കോർഡ് ചെയ്ത് അയക്കണം, വായിക്കുന്നത് വീഡിയോ എടുത്ത് അയക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അത് അർജൻറ്റാണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യമാണ്. ഈ 4 ടാസ്കിൽ അർജൻറ്റ് ആയതുകൊണ്ടാണ് അവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് മേലെ ഉള്ളത് അത്ര അർജൻറ്റ് അല്ല, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ്, വേഗം ചെയ്യേണ്ടതാണ്. മറ്റ് 2 ടാസ്കുകളെ അപേക്ഷിച്ചിട്ട് ഈ 4 ഏറ്റവും അർജൻറ്റ് ആയിട്ടുള്ളത് താഴെ കിടക്കുന്നതും അത് കഴിഞ്ഞിട്ട് മറ്റതും പിന്നെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ അങ്ങനെ തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അർജൻറ്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള മാർക്കുകൾ നമുക്ക് തന്നിട്ടുള്ളത്. സോ ടൈം മാനേജ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വേറെ വീഡിയോ ചെയ്യാട്ടോ ഞാൻ. ഇനി അടുത്തതായിട്ട് ക്ലൈമറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല മഴയുള്ള ദിവസമായിരുന്നുകൊണ്ട് അങ്ങനത്തെ സൈൻ കൊടുത്തു. അതും നിങ്ങൾ ബുള്ളറ്റ് ജേർണൽ ഐക്കൺ നമ്മുടെ അതിൻ്റെ അകത്ത് ക്ലൈമറ്റ് ഐക്കൺസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലുള്ള ഏതാണോ ഐക്കൺ അത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കോട്ട് അടിയിൽ എഴുതി വെക്കാം, കാരണം നമ്മൾ ഡെയിലി നോക്കുന്നതാണ്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നിങ്ങൾക്ക് ദൈവത്തിനോട് നന്ദി പറയേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം.
അത് നമുക്ക് വളരെ പീസ് തരുന്നൊരു സംഭവമാണ്, സമാധാനത്തിന് അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നത്തേത് ബ്രെയിൻ ഡംപാണ്. ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രെയിൻ ഡംപ് ചെയ്യുന്നത് നല്ലതാണ്. ആ ചിന്തകളൊക്കെ നമുക്ക് പേപ്പറിലേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആശ്വാസം കിട്ടും. പിന്നെ ചിലവാക്കുന്നതും പർച്ചേസ് ചെയ്യാൻ സാധനങ്ങൾ വാങ്ങാനുള്ളതൊക്കെയാണ് താഴത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് വാട്ടർ ടാക്കറാണ്. വെള്ളം കുടിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്കത് കളർ ചെയ്ത് പോകാം. പിന്നത്തേത് മേജറായിട്ടുള്ള ഈവൻറ്റ്സ്, അന്നത്തെ ദിവസം സംഭവിക്കുന്ന ഓർത്ത് വെക്കേണ്ട ചില കാര്യങ്ങൾ അത് എഴുതിയിരിക്കുന്നതിനാണ് മേജർ ഈവൻറ്റ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുള്ളറ്റ് ജേണൽ ഐക്കൺസ്. സോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം.